ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പാമ്പ്ളാനി മെത്രാന്റെ അഭിമുഖത്തിലെ വെളിപാടുകൾ പുത്രനായ ഈശോ മിശിഹ വഴി ദൈവം തമ്പുരാൻ നൽകിയ ആവിഷ്കാരങ്ങളെ കവച്ചു വയ്ക്കുന്നതാണ്. വെറുമൊരു അഭിമുഖം എന്ന മട്ടിൽ തള്ളിക്കളയേണ്ടതല്ല. അതുകൊണ്ട് തന്നെ അത് സവിശേഷമായി ഒന്ന് ശ്രദ്ധിക്കണം വിശ്വാസികൾ. പണ്ടൊക്കെ മെത്രാന്മാർ ഇടയലേഖനം വഴിയാണ് ഇത്തരം മണ്ടത്തരങ്ങൾ വിഡിതങ്ങളൊക്കെ വിളമ്പിയിരുന്നെങ്കിൽ ഇപ്പോഴിതാ എല്ലാവരും വായിക്കുന്ന പത്രമാധ്യമങ്ങളാണ് ഇപ്പോൾ അവരുടെ വെളിപാട് മാധ്യമം. ഈ കുൽസിത വെളിപാടുകൾ നമ്മുടെ സർവ്വ ഇടങ്ങളിലും നുഴഞ്ഞു കയറുമെന്നതിൽ ഒരു സംശയവുമില്ല. മണ്ടത്തരങ്ങൾ എല്ലായിടത്തും പരക്കും. ഈ ഇൻ്റർവ്യൂവിൽ പരാമർശിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. പാമ്പ്ളാനിക്കോ അദ്ദേഹത്തെ പോലുള്ള മറ്റ് മെത്രാന്മാർക്കോ രാഷ്ട്രീയ സാക്ഷരത ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലെന്ന് ഈ അഭിമുഖം വായിച്ചാൽ വെളിപ്പെടും. രണ്ടാമതായി, സഭാവിജ്ഞാനീയത്തെക്കുറിച്ച് പാമ്പ്ളാനിക്ക് യാതൊരു അവബോധവുമില്ല എന്നത് വിശ്വാസികളെ ഞെട്ടിക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയത്തിൽ നിന്നും തങ്ങളുടെ യുവാക്കളെ അകറ്റി നിർത്തിയത് വഴി സഭയ്ക്ക് വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് പാമ്പ്ളാനി പറഞ്ഞു വരണം. ഇതിൽ സഭ എന്നതുകൊണ്ട് പാമ്പ്ളാനി ഉദ്ദേശിക്കുന്നത് എന്താണ്? സിംഹാസനത്തിൽ നീളം കുപ്പായം തൊപ്പിയും വെച്ച് അംശപടിയും പിടിച്ചിരുന്ന് മാർ എന്ന് വിശ്വാസികൾ അഭിസംബോധന ചെയ്യുന്ന ആ വിശ്വാസികളാണ് സഭ എന്നാണ് പാമ്പ്ളാനി കരുതുന്നത്. അറിവില്ലാഞ്ഞിട്ടല്ല, ഞങ്ങളാണ് സഭ എന്ന ഫ്യൂഡൽ ബോധത്തിലാണ് ഈ ബിഷപ്പ് ഇപ്പോഴും കഴിയുന്നത്. സുരേഷ് ഗോപിയുടെ ഒരു രാജാപ്രജാബോധം അത് തന്നെയാണ് ഇവിടെ തലശ്ശേരിയിലെ ഈ ബിഷപ്പിൻ്റെ മുഖത്തും കാണാനാകുന്നത്. കുറേ മെത്രാന്മാരും അവരുടെ കീഴിലുള്ള കുറേ ഉദ്യോഗസ്ഥ പുരോഹിതരും പണക്കൊഴുപ്പുള്ള ചില പുരോഹിതരും പിന്നെ ഇവരുടെ ആശയങ്ങളെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആത്മീയർ എന്ന് വിളിക്കപ്പെടുന്ന ചില ധ്യാന പ്രചാരകരും അവരൊക്കെയാണ് പാമ്പ്ളാനി സഭയുടെ അംഗങ്ങൾ. അല്ലാതെ പാമ്പ്ളാനി പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭയെക്കുറിച്ചോ വിശേഷിച്ച് കത്തോലിക്ക സഭയെക്കുറിച്ചല്ല പാമ്പ്ളാനി മൊത്തത്തിലൊന്ന് അടിച്ചുരുട്ടി പരത്തി പറയുക. മിണ്ടാതിരുന്നനുസരിച്ചോളൂ, ചർച്ച ചെയ്യരുത്, ഒന്നിനെ വിമർശിക്കരുത്, എപ്പോഴും ഹല്ലേലൂയ മാത്രം ഉരുവിടുക, ബൈബിൾ പകർത്തി എഴുതി നൊസ്തനുഭവിക്കുക. ഇതൊക്കെയാണ് കഴിഞ്ഞ 25 വർഷമായി ഈ ധ്യാന പ്രചാരകർ കുഞ്ഞാടുകളെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുന്നത്. പിന്നെങ്ങനെ അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നാണ് ചോദ്യം. വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് വ്യക്തമായി സഭയിലെ നടത്തിപ്പുകാർ പറഞ്ഞത് വൈദികർക്ക് തലവേദന ഉണ്ടാകാതിരിക്കണം എന്ന ഒറ്റ ആഗ്രഹം മാത്രമല്ല, വിദ്യാർത്ഥികളുടെ ഭാവി കൂടി കണ്ടിട്ടാണ്. ഈ വിഷയമാണ് വിശ്വാസികളൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടത്. രാഷ്ട്രീയത്തിൽ ക്രൈസ്തവർ ഇടപെടേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് പണ്ഡിതനായ പാമ്പ്ളാനി ഉന്നയിക്കുന്നത്. വോട്ട് ചെയ്യാം, അത് ഏതൊരു വിശ്വാസിയുടെയും അവകാശമാണ് വോട്ടിംഗ് റൈറ്റ് എന്നത്. എന്നാൽ പാമ്പ്ളാനി പറയുന്നത് മുഴുവൻ അധികാര രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. രാഷ്ട്രീയ മീമാംസയുടെ കണ്ണിലൂടെ നോക്കിയാലും കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്ര ദർശനങ്ങളിലൂടെ നോക്കിയാലും തെറ്റായ ഒരു ആഹ്വാനമാണ് ഇപ്പോൾ പാമ്പ്ളാനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടാകണമെന്നും രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തണമെന്നും കത്തോലിക്ക സഭയുടെ സാമൂഹ്യനീതി പ്രബോധനത്തിൽ പരാമർശിച്ചിട്ടുള്ളത് എന്തോ പാമ്പ്ളാനിക്ക് വ്യക്തമല്ലെന്ന് തോന്നുന്നു. സഭയെ സമുദായമെന്ന സാമൂഹ്യ സംഘടന എന്ന നിലയിലേക്ക് പാമ്പ്ളാനി ജാതീയപരമായി വർഗീയപരമായി ഒക്കെ തരംതിരിച്ച് കാണുന്നതിന് കുഴപ്പമാണത്. തങ്ങളൊരു പ്രബല വിഭാഗമാണെന്ന് തോന്നിപ്പിച്ച് സമ്മത രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ പാമ്പ്ളാനി കാട്ടുന്നതെന്ന് വ്യക്തം. ഏറ്റവും ഒടുവിൽ കൊച്ചി മേയർ തിരഞ്ഞെടുക്കുന്നതിൽ വരെ യഥാർത്ഥമായോ വ്യാജമായോ സഭയ്ക്ക് മാധ്യമപ്പഴി കേൾക്കേണ്ടി വരുന്നത് തൊപ്പി വച്ചോടി അപക്വവും രാഷ്ട്രീയ അറിവില്ലായ്മ കൊണ്ടുള്ളതുമായ പ്രസ്താവനകൾ കാരണമാണ്. 4-5 വർഷമായി തുടരുന്നു. പാമ്പ്ളാനി മാത്രമല്ല, അതിന് മുന്നിലുള്ളവരും ഒട്ടും മോശമല്ല. രാഷ്ട്രീയത്തിൽ കൈവയ്ക്കാൻ തങ്ങൾക്ക് തടിമിടുക്കുണ്ടെന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. ഒരാവശ്യം വരുമ്പോൾ രാഷ്ട്രീയക്കാരനടുത്ത് പോകുന്നത് പോലെയല്ല രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിശ്വാസികളുടെ നവോത്ഥാനം നിയമസഭയൊന്നുമല്ല. വർഷത്തെ ക്രിസ്മസ് കാലം ഇന്ത്യയിൽ അങ്ങേയറ്റം അങ്ങോളം ഇങ്ങോളം കലുഷിതമാക്കിയതാരാണ്? രാഷ്ട്രീയക്കാർ തന്നെയാണ്, സംഘപരിവാരാണ്. എന്നിട്ടും പാമ്പ്ളാനി BJP-യോട് ഒരല്പം ആശങ്കയേ ഉള്ളൂ, അകറ്റി നിർത്തേണ്ടവരല്ല എന്നാണ് പറഞ്ഞത്. തൊട്ടുകൂടായ്മ ഇല്ലെന്നാണ് ഇപ്പോൾ ഈ മെത്രാന്മാർ പറയുന്നത്. എങ്ങനെ മെത്രാന്മാർക്ക് പറയാൻ സാധിക്കുന്നു? സവർണതയിൽ അടിസ്ഥാനപ്പെട്ട സമൂഹത്തിൽ വിഭാഗീയതയും വർഗീയതയും ഇതര മത വെറുപ്പും അക്രമവും ലഹളയും കൊള്ളിവയ്പും വരെ നടത്തുന്ന ആ ഒരു പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയ നിലപാട്
ക്രൈസ്തവർക്ക് രാഷ്ട്രീയ തൊട്ടുകൂടായ്മ ഉണ്ടെന്ന സംഗതി പറയുവാൻ പാമ്പ്ളാനിക്കും അങ്ങേരെ പോലുള്ള ചില മെത്രാന്മാർക്കും സാധിക്കുന്നില്ലെങ്കിൽ അത് ക്രൈസ്തവ വിരുദ്ധത തന്നെയാണ്. ജനസംഖ്യയിൽ കേവലം 2% മാത്രമുള്ള ക്രൈസ്തവരെ BJP എന്ന പാർട്ടിക്ക് ഭയമാണെങ്കിൽ ക്രൈസ്തവർ അഭിമാനിക്കണം, സന്തോഷിക്കണം. കാരണം നമ്മൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണത്. നിഷ്ക്രിയത്വം കാട്ടിക്കൊണ്ടിരിക്കുന്നവരും പേടിത്തൊണ്ടന്മാരുമായി ഇരുന്ന് ഈ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്ന മെത്രാന്മാരെ, അവർ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ആ രീതിയെ അത് വിശ്വാസികൾ എങ്ങനെ നോക്കിക്കാണുന്നതെന്നാണ് ഇനി അങ്ങോട്ട് കാലം ചിന്തിക്കാൻ പോകുന്നത്. വിശ്വാസികൾക്ക് രാഷ്ട്രീയത്തിലിറങ്ങുന്നതിന് ഒരു തടസ്സവുമില്ല. വിശ്വാസിക്ക് തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷേ അതിന് സഭാനാഥന്മാരായ മെത്രാന്മാരും സിനഡുമൊക്കെ തന്നെയാണ്, ആർച്ച് ബിഷപ്പും ഒക്കെ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കയറൂ, രാഷ്ട്രീയ പ്രവർത്തകരാകൂ, രാഷ്ട്രീയ നേതാക്കളായി മന്ത്രിമാരൊക്കെയായി വരൂ എന്ന് പറയുന്നത് സമൂഹത്തെ നന്നാക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല. ഇത് അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു കൊതിയാണ്.